എൻ്റെ പേര് ഹംന ഹസൻ. ഞാൻ സെൻറ് പോൾസ് കോളേജിലെ തേർഡ് ഇയർ BBA സ്റ്റുഡൻ്റ് ആണ്. ഹായ്, എൻ്റെ പേര് ജനീത ജസ്റ്റിൻ. ഞാൻ BSc കെമിസ്ട്രി തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. +2 കഴിഞ്ഞ കോളേജിന്റെ പടിവാതിൽക്കൽ അഡ്മിഷൻ കാത്തു നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും സെന്റ് പോൾസ് കോളേജിന്റെ NSS യൂണിറ്റും അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കും ചേർന്ന് നൽകുന്ന ഒരു ചെറിയൊരു സഹായം. അനേക വിദ്യാർത്ഥികൾ എല്ലാ വർഷവും MG യൂണിവേഴ്സിറ്റി ക്യാപ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിലൂടെ വരുത്തുന്ന മിസ്റ്റേക്സ് കാരണം അവർക്ക് അവരുടെ പഠനത്തെ തന്നെ അത് ബാധിക്കാറുണ്ട്. MG യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡെമോ വീഡിയോ കുറച്ച് വോയിസ് ഓവർ ചെയ്ത് നമ്മുടെ കുഞ്ഞനുജന്മാർക്കും അനിയത്തിമാർക്കും സഹായകമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റി UG അഡ്മിഷനു വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ നൽകിയിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് www.cap.mgu.ac.in. നമ്മൾ ഈ പേജിലേക്ക് പോകുമ്പോൾ 4 പ്രോഗ്രാമിൻ്റെ ഓൺലൈൻ അഡ്മിഷൻ ലിങ്കാണ് ആദ്യമായി ആ പേജിൽ ഉള്ളത്. അതിൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും UG CAP 2022 എന്ന ടാബ് വേണം ഓപ്പൺ ചെയ്യുവാൻ. ആ പേജിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടാബിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാൻ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പേജ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഓപ്പൺ ആകും. ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ +2 രജിസ്ട്രേഷൻ നമ്പർ തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ റെക്കോർഡ്സിലുള്ള പേര് തന്നെ എൻ്റർ ചെയ്യുക. 7ാമത്തെ ടാബിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ബോർഡ് തെറ്റുകൂടാതെ എൻ്റർ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും പിന്നീട് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പിന്നീട് അഡ്മിഷനായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കോളേജുകൾ കോൺടാക്റ്റ് ചെയ്യുന്നത് ഈ ഡീറ്റെയിൽസിലൂടെ ആയിരിക്കും. അവസാനമായി കാറ്റഗറി സെക്ഷനിൽ SC STO, ലക്ഷദ്വീപിൽ നിന്ന് വന്ന മുസ്ലിം വിഭാഗക്കാർ അല്ലാതെ വരുന്ന എല്ലാവരും അതേഴ്സ് ചൂസ് ചെയ്യുക. ഇതിൽ തെറ്റുകൾ വന്നാൽ മാറ്റാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉള്ളതാണ്. അടുത്തതായി ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു 8 അക്ക നമ്പർ കിട്ടും. അതാണ് നിങ്ങളുടെ CAP ആപ്ലിക്കേഷൻ നമ്പർ. എല്ലാവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അടുത്തതായി പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന പേജിലേക്ക് നിങ്ങളെത്തും. അതിൽ നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, സെക്സ്, നെയിം ഓഫ് ഗാർഡിയൻ, നാഷണാലിറ്റി, ആനുവൽ ഇൻകം, അഡ്രസ് എന്നിവ തെറ്റുകൂടാതെ ഫിൽ ചെയ്യുക. ആനുവൽ ഇൻകം ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് കാണിക്കുന്നതുകൊണ്ട് MG യൂണിവേഴ്സിറ്റി ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള സെയിം എമൗണ്ട് തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ പേജിൽ തന്നെ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണവശാൽ കോളേജിൽ നിന്ന് കോൾ ചെയ്യുമ്പോൾ നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ അടുത്തതായി ക്വാളിഫയിങ് എക്സാമിനേഷൻ +2 കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് മാർക്ക് ലിസ്റ്റിലുള്ള അതേ ഇയർ തന്നെ കൊടുക്കുക. നിങ്ങളുടെ കറക്റ്റ് സ്ട്രീം ചൂസ് ചെയ്യുക. നമ്പർ ഓഫ് ചാൻസസിൽ ആദ്യ എക്സാമിൽ തന്നെ പാസ്സായവർ ഫ്രീ ചാൻസ് എന്ന് കൊടുക്കണം. മറിച്ച് ഫെയിലായിട്ട് പേപ്പേഴ്സ് എഴുതിയെടുത്തവർ കറക്റ്റ് എണ്ണം തന്നെ നമ്പർ ഓഫ് ചാൻസസിൽ കൊടുക്കുക. അടുത്തതായി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ള നിങ്ങളുടെ സെയിം മാർക്സ് തന്നെ എൻ്റർ ചെയ്യുക. CBSE ICSE കുട്ടികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ചിലപ്പോൾ ഉണ്ടാകുവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. CBSE ICSE പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ടോട്ടൽ മാർക്സ് 100-ലായിരിക്കും. അതേസമയം സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് 200-ലായിരിക്കും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തതായി നിങ്ങൾ കാണുന്നത് ഓപ്ഷൻ സിലക്ഷൻ പേജാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട കോളേജുകളും ആദ്യം തന്നെ ഓപ്ഷനിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. എയ്ഡഡ് കോഴ്സുകളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ഓപ്ഷന് നേരെ ഗ്രീൻ കളർ ടാബിൽ എയ്ഡഡ് എന്ന് കാണിക്കും. മറിച്ച് സെൽഫ് ഫിനാൻസിംഗ് ആണെങ്കിൽ ഒരു റെഡ് ടാബിൽ സെൽഫ് ഫിനാൻസിംഗ് എന്ന് കാണിക്കുന്നതാണ്. അടുത്തതായി ഫീ പേയ്മെന്റ് സെക്ഷനാണ്. SC ST കാറ്റഗറിക്ക് 400 രൂപയും ജനറൽ OBC ആൻഡ് അതർ കാറ്റഗറീസിന് 800 രൂപയുമാണ് ഫീസ്. അടുത്തതായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. ആദ്യമായി നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് സ്കാൻ ചെയ്ത് വ്യക്തമായ കോപ്പി 200 KB-യിൽ കൂടാതെ PDF ആയി തന്നെ അപ്ലോഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. നിങ്ങളിൽ സ്പോർട്സിൽ സമ്മാനങ്ങൾ നേടിയവരോ
കലോത്സവങ്ങളിൽ വിജയികൾ ആയവരോ 40% ഹാൻഡിക്യാപ്ഡായ വിദ്യാർത്ഥികളോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമുള്ള കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാറ്റഗറി ചൂസ് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ ഇവൻറ്റ്, പൊസിഷൻ, ഇയർ, പിന്നെ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ഫിൽ ചെയ്യുക. അടുത്ത ടാബ് ഫൈനൽ സബ്മിഷനാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ആയതിനാൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് റീചെക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കുവാനുള്ള ഓപ്ഷൻസ് ആണ്. 2-3 കോപ്പി പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കോളേജിലെ എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾക്ക് തുറന്നു തന്നിട്ടുള്ള കോളേജ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ വിധത്തിലും ഹെൽപ്പ് ചെയ്ത ഹെൽപ്പ് ഡെസ്കിനും പിന്നെ ഈ വീഡിയോ യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സോ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.